ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷും അതുപോലെ തന്നെ സുജുവും കൂടി അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ആൻ്റമ്മയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എന്തായാലും ഇപ്പോൾ എന്നെ മറന്നു, എല്ലാവരും ഒന്നായി, ഞാൻ മാത്രം പുറത്തായില്ലേ? ചേച്ചിയമ്മ എങ്ങനെ പുറത്താവും? ചേച്ചിയമ്മ ഓരോന്ന് വിചാരിച്ച് കൂട്ടിയിട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. നീ ഒന്നും വിചാരിക്കണ്ട, നീ പറഞ്ഞ ഒന്നും ഞാൻ ഇനി വിശ്വസിക്കുകയില്ല. നിങ്ങളായി, നിങ്ങളുടെ പാടായി, എന്ത് വേണമെങ്കിലും നടത്തിക്കോ, പക്ഷേ എന്നെ പ്രതീക്ഷിക്കേണ്ട കേട്ടോ എന്ന് പറയുന്നുണ്ട്. ചേച്ചിയമ്മ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് ഈ അഴിഞ്ഞ കൂത്താട്ടത്തിനൊന്നും നിൽക്കാൻ സാധിക്കില്ല എന്ന് വളരെ വാശിയോടുകൂടി തന്നെ ആൻ്റിയമ്മ പറയുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് അവിടേക്ക് ജയമോഹൻ വരുന്നുണ്ട് കേട്ടോ. ജയമോഹൻ വന്നതിന് ശേഷം തന്നെ എന്താ അവിടെ വലിയ ചർച്ച എന്ന് ചോദിക്കുന്നുണ്ട്. ജയമോഹനെ കാണുന്ന എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോ? എന്താ ഇപ്പോൾ രണ്ടുപേരും കൂടി പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും ക്രഷ് പറയുന്നുണ്ട്, ആൻ്റിയമ്മയ്ക്കാണെങ്കിലോ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയി കൊണ്ടുപോകാത്തതിന് വലിയൊരു ദേഷ്യം കാണിക്കുകയാണെന്ന് പറയുന്നു. അതാണിപ്പോൾ നന്നായതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അവിടേക്ക് സാഗർ വരുന്നുണ്ട്. സാഗർ ജയമോഹൻ, സാഗർ ഞാൻ ഇങ്ങോട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും സന്തോഷം. പിന്നെ ഞങ്ങൾ എന്തായാലും ജയമോഹനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാനായിട്ട് നിൽക്കുവാണ്. അതെന്തിനാണെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുന്നു. എന്താ ജയമോഹൻ ചോദിക്കുമ്പോഴത്തേനും, അത് ഞാൻ അലക്കിയിലേക്ക് നിക്ഷേപിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചെടുക്കാൻ, അതായത് എനിക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വരണമെന്ന് വിചാരിക്കും. ഇങ്ങനെ ജയമോഹൻ മനസ്സിലായത് അതെനിക്ക് നമ്മുടെ ബന്ധത്തിനൊരു വിള്ളൽ വന്നതുപോലെയല്ലേ താൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഒരിക്കലും തിരിച്ചെടുക്കുന്നില്ല, മാത്രമല്ല നിനക്ക് എന്നെ അവിടെ നിന്ന് പിരിച്ചു വിടണമെന്ന് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഒരിക്കലും ഇല്ല. പിന്നെ ഞാനൊരു കാര്യം പറയാനായിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം തന്നെ അവിടേക്ക് കൃപ വരുന്നുണ്ട്. ആ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ ഏകദേശം റെഡിയായെന്ന് പറഞ്ഞിട്ട് വരുന്നു. ആ സമയത്ത് പറയാനുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുക കേട്ടോ. അതിനുശേഷം തന്നെ എന്ന് നീ ഒരു ഫംഗ്ഷൻ്റെ കാര്യം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അങ്കിൾ തടി വെച്ചു കേട്ടോ, നടക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വായോ, നമുക്ക് ഇവിടുത്തെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് രാവിലെ സൈക്ലിങ്ങിന് പോവാം എന്ന് പറയുമ്പോഴത്തേനും ജയമോഹൻ തിരിച്ചു പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ശരിയാവട്ടെ എന്നിട്ട് നോക്കാമെന്ന് പറയുന്നു. നീ എന്താ ഒരു ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞത്? അത് വേറെ ഒന്നുമല്ല, ജയമോഹനെ വിളിക്കണം വിചാരിച്ച് നിന്നതാണെന്ന് സാഗർ പറയുന്നുണ്ട്. അതായത് കൺമണി ഇത്രയും ചെയ്തതല്ലേ, അവൾക്കൊരു അനുമോദനവും സ്വീകരണവും ഇവിടെ വെച്ച് നടത്തണം, പിന്നെ അവരുടെ കല്യാണ കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെയാണെന്ന് പറയുന്നു. ജയമോഹൻ ചോദിക്കുന്നുണ്ട്, അതെന്തായാലും വേണം, വലിയൊരു ഫംഗ്ഷൻ വെക്കണം, ആ കുട്ടി അതിന് അർഹയാണെന്ന് പറയുന്നുണ്ട്. എന്നെ വിളിക്കുമോ എന്ന് ചോദിക്കുന്നത്, എന്ത് ജയമോഹൻ, ഞങ്ങൾ തീർച്ചയായും നിന്നെ വിളിക്കുന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ അന്ന് ആവട്ടെ, അന്നത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം പറയൽ എന്ന് പറയുന്നുണ്ട്. അതെന്താ സുജു ചോദിക്കുന്നുണ്ട്, മാനസിക വിവാഹം അതൊക്കെ അന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ജയമോഹൻ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ആൻ്റിയമ്മയാണെങ്കിലോ, ഇത് വലിയ പന്തിയില്ലല്ലോ ഈ വരവും, എന്തോ പറയാനുള്ളതും, എന്തായാലും എന്തോ തകർക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശമാണെന്ന രീതിയിൽ മുഖം കൊണ്ട് വലിയ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ജയമോഹനാണെങ്കിൽ മാനസയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛ പറഞ്ഞോ കാര്യം ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, അതിന് വലിയൊരു സാഹചര്യം വരുന്നുണ്ട്, കൺമണിക്കൊരു സ്വീകരണം വെക്കുന്നുണ്ട് ഒരു ഫംഗ്ഷൻ രൂപത്തിൽ, അന്ന് നമുക്ക് ഈ ബോംബ് പൊട്ടിക്കാം, അതുപോലെ എന്ന് പറയുന്നുണ്ട്. അത് മതി അച്ഛാ, അപ്പോഴെല്ലാവരും തകരുള്ളൂ എന്ന് പറയുന്നു. നേരെ പോയിട്ട് വരുണനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആ ഫംഗ്ഷനിൽ അച്ഛൻ ആ കാര്യം പറയും, ഒരിക്കലും സാഗർ അങ്കിളിന് അത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല, മാത്രമല്ല അന്നൊന്നും പറയാനും പറ്റത്തില്ല. പിന്നീട് അവരോട് പറയുന്നുണ്ട്, കൺമണിയും കൃഷ്ണയും അന്നൊരു ദിവസം നമുക്ക് കൊടുക്കണം, ഒരിക്കലും അഴിഞ്ഞു പോരാത്ത വിധം, അവർ വിവാഹം കഴിക്കാത്ത വിധം ആക്കണം എന്ന് പറയുന്നു. കൺമണിയെ നമുക്കൊരു അകത്താക്കാമെന്ന് പറയുന്നുണ്ട്. കൺമണിയെ അകത്താക്കുന്നേക്കാളും നല്ലത് കൃഷ്ണനെ അകത്താക്കുന്നതല്ലേ ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരാളുടെ സഹായം വേണം, അനിരുദ്ധനെ താൻ വിളിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യും, അന്നത്തെ ഒരു ദിവസം വലിയൊരു ബോംബായിരിക്കും പൊട്ടാൻ പോകുന്നത്. കൺമണി ജയിലിലേക്ക് പോവുകയാണെങ്കിലും കൃഷ്ണനെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തന്നെ ഞാൻ വിവാഹം കഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും പ്ലാൻ ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൃഷ്ണനെ കൺമണിയെ വിളിച്ചിട്ട് ആ സർപ്രൈസിൻ്റെ കാര്യം ഞായറാഴ്ച വരെ വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സന്തോഷപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവർക്കൊരു തിരിച്ചടി കിട്ടുന്ന അതും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. അനിരുദ്ധനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, മാനസ ഇതിന് ഞാനില്ല, കാരണം എല്ലാ പ്രാവശ്യവും എല്ലാ അടിയും എനിക്കാണ് കിട്ടുന്നത്, താൻ എന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വരുൺ പറയുന്നുണ്ട്. ഞാനുണ്ടല്ലോ, ഞങ്ങളുണ്ടല്ലോ കൂടെ, ഇപ്രാവശ്യം നമ്മുടെ പ്ലാനിങ് ഒന്നും പൊളിയില്ല, താൻ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോഴത്തേനും, ഇത് നടക്കുന്ന സത്യമല്ലേ എന്ന് പറയും, തീർച്ചയായും തനിക്കൊരു പ്രമോഷനാവും, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ സെറ്റ്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്.
ഇത് കേൾക്കുന്ന വരുണിന് മാനസിക സന്തോഷമായി കെട്ടിപ്പിടിക്കുന്ന ആ സമയത്ത് ഹേമ വരുന്നു. ഇവനെന്താ ഇവിടെയും ചോദിക്കുന്നുണ്ട്. ഇവൻ എൻ്റെ ഫ്രണ്ടാണ്, കൂടെ പഠിച്ചവനാണെന്ന് പറയുന്നുണ്ട്, എന്നെ കാണാൻ വന്നതാണ്. എന്തൊക്കെ മനസ്സേ, നിനക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എന്നിട്ട് നീ ഒന്നുമല്ല, എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വരുൺ പോകാൻ നിൽക്കുന്നു. അനീഷ് എന്താ മോളെ ഇതൊക്കെ കാണിക്കുന്നത്, അവനൊരു സൈക്കോ ആണ് എന്നൊക്കെ പറയുമ്പോഴത്തേന് വരുൺ അവിടെ വിളിച്ചു നിന്ന് കേൾക്കുന്നുണ്ട്. ഞാൻ സൈക്കോ ആണ് റെഡി, നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒരു പാര വയ്ക്കാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കൃഷും കൃപയും സുജുവും സാഗറൊക്കെ നിൽക്കുമ്പോഴത്തേനും എന്തായാലും ഫംഗ്ഷൻ്റെ കാര്യം ഏതായാലും തീരുമാനമായി. ബലരാമനെ വിളിച്ച് പറയണ്ടേന്ന് പറയുമ്പോഴത്തേനും അവനെ പിന്നീട് വിളിച്ച് പറയാം, ഇപ്പം വേണ്ടാന്ന് പറയുന്നത്. അതെന്താ ഏട്ടനെ വിളിച്ച് പറയാത്തത്? അത് ഞാൻ പറഞ്ഞോളാം. ഓ, അച്ഛനും മോനെ നേരിട്ട് വിളിച്ച് പറയണമല്ലേ, അതാണല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോകുന്നുണ്ട് ഫംഗ്ഷൻ്റെ കാര്യം തീരുമാനിക്കാൻ. സുജുവിന് വീണ്ടും സംശയം, എന്തുകൊണ്ടാണ് സാഗറിന് ഇങ്ങനെ ഒരു മാറ്റം, ബലരാമനെ വിളിക്കാത്തത്? അങ്ങനെ സാഗറിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് എൻ്റെ മോനെ വിളിക്കാത്തത്, അവനോടല്ലേ കാര്യങ്ങൾ പറയുന്നത്. മക്കളെ ആരെങ്കിലും വിളിച്ചിട്ട് വേണോ സുജു വരാനായിട്ട്? അവനറിയില്ലേ ഇവിടുത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നേരത്തെ എത്തണമെന്ന്? അതൊന്നുമല്ല, 2 ദിവസമായിട്ട് സാഗറിൻ്റെ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തോ ഒരു മാറ്റം ഉണ്ട്. തന്നോട് എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആ ഫോട്ടോസും വീഡിയോസും എല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ സുജ ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊരു തീർപ്പാവാതെ ഞാൻ എങ്ങനെയാണ് അവനെ വിളിക്കുന്നത്? നമുക്കൊന്ന് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവ് സാർ ആണെങ്കിൽ ഇവിടെ ഇല്ല ആ ഫംഗ്ഷന് വേണ്ടിയിട്ട്. ദേവ് സാർ പങ്കെടുക്കില്ല, കാരണം മകൻ്റെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഫംഗ്ഷൻ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാലോ, എല്ലാം സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ തീരുമാനിക്കാം എന്ന് സുജുവിനോട് പറയുന്നുണ്ട്. സുജു ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഞെട്ടി നിൽക്കാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.